നീചമായ പ്രവൃത്തിയാണ് ഈ ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണ രീതിയിലേക്ക് ഒരു തള്ളിയിട്ടോ അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ച വിഷയമല്ല. ഈ ഒരു മനുഷ്യനെ കഷ്ടങ്ങളാക്കി അന്ത്യക്രിയക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കുഴിച്ചു മൂടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ടു. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ ആണെങ്കിലും എല്ലാവരും പറയാൻ തൂക്കിക്കൊള്ളണമെന്നേ പറയുള്ളൂ. യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ആരും പല ആളുകളും അതിന്റെ എതിർപ്പ് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഒരു നീചമായ, ഒരു നിഷ്ഠൂരമായ, മൃഗീയമായ, അതിനേക്കാൾ ഉപരി ഒരു ചതിച്ച്. സർ, പോലീസ് ഓഫീസർ ആയിരുന്നു. ഇവിടെ നിയമം ബാധകമല്ലേ? ഇപ്പോ അതേ കുറ്റകൃത്യം ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ തൂക്കിക്കൊല്ലാൻ മതിയായതിനേക്കാൾ കൂടുതൽ തെളിവുകളുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൊക്കെ ഇടപെട്ടിരുന്നു. അത് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളിലെ ഒരു പരിധിവരെ സ്വാധീനമുള്ള ഒരു മുസ്ലിം പണ്ഡിതനാണ് അദ്ദേഹം. മറ്റാളുകൾക്കൊന്നും അന്നിങ്ങനെ നമ്മുടെ അറിവിലില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന അവിടുത്തെ ഭരണവിഭാഗത്തിൽപ്പെട്ട ഹോദിയിൽപ്പെട്ട ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ ഇവിടെ ഈ മർക്കസ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നുണ്ട്. നയതന്ത്രപരത്തിലൊന്നും സാധിക്കില്ല. ഇതേമാതിരിയുള്ള മതസംബന്ധിയായ കാര്യങ്ങൾ മുഖാന്തരമേ അവർക്ക് പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് കാന്തപുരത്തിന് അതിനുള്ള പ്രാപ്തി ഉണ്ടാവണം. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അർഹതയില്ല എന്ന് ചിന്തിക്കുന്നതും അഭിപ്രായം പറയുന്ന ആളുകൾ നിരവധിയുണ്ട്. ഇന്ത്യയിലും ഒരുപാട് ആളുകൾ. സാർ പറയുന്നത് ഇവിടെ പോലും ഇത്തരം രീതി ചെയ്തു കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധിക്കാവുന്ന എല്ലാവിധ സാധ്യതകളുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഇതിലേക്ക് ആ ഒരു മതരാജ്യമായ സ്ഥിതിക്ക് എത്രത്തോളം അതിനെ സീരിയസോടെ കാണുന്നുണ്ടാവും? അത് ഭയങ്കര സീരിയസ് ആണല്ലോ അവിടെ. അതൊരു കൊല ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഗൂഢമായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മർഡർ ഫോർ ഗെയിൻ ആണ്. അവർക്ക് കുറെ കാര്യങ്ങൾ കിട്ടണം, മുതൽ കിട്ടണം. നമസ്കാരം. ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിമിഷ പ്രിയയെ കുറിച്ചാണ്. നിമിഷ പ്രിയ ചെയ്ത തെറ്റെന്ത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് എത്രത്തോളം മോചനം സാധ്യമാണ് എന്നുകൂടെ അറിയേണ്ടതുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്നത് സുഭാഷ് സാറാണ്, മുൻ സൂപ്രണ്ട് ഓഫ് പോലീസാണ്. സാർ നമസ്കാരം. നമസ്കാരം. സുഭാഷ് സാറേ, എത്രത്തോളം ഈ നിമിഷ പ്രിയക്ക് ആദ്യം തന്നെ ചോദിക്കുകയാണ്, എത്രത്തോളം നിമിഷ പ്രിയക്ക് അവിടെ നിന്ന് വധശിക്ഷയിൽ നിന്ന് ഊരി വരാനുള്ള സാധ്യതയുണ്ട്? അവിടെയുള്ള അതിനകത്ത് കുറെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള ഒരു ഏരിയയിലല്ല ഇവരുള്ളത്. അത് ഒരു തീവ്രവാദി സ്വഭാവത്തിന്റെ അധിനിവേശ പ്രദേശമായിട്ട് യമന്റെ ഒരു ഭാഗം അവരുടെ കൈവശമാണ്. മറ്റൊരു സ്ഥലത്ത് ഭരണം ഗുണമുണ്ട്. അവിടെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇത് ആ ഏരിയയിലല്ല, മറ്റേ ഏരിയയിലാണ്. ഈ ഹൂതി ഭരണത്തിന്റെ കീഴിലുള്ളവരുണ്ട്. അപ്പൊ അവരില് ഒരു രാജ്യങ്ങളുമായിട്ട് നയതന്ത്രമായിട്ട് ബന്ധമോ മറ്റു രീതിയിലുള്ള ഒന്നുമില്ല. എല്ലാവരും അവരെ തീവ്രവാദി സംഘടനകൾ പ്രദേശമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് രാജ്യാന്തര തലത്തിൽ ബന്ധപ്പെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാഡിഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഒരിക്കലും പ്രായോഗികമല്ല. അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനോ ഏതെങ്കിലും രീതിയിൽ ഇതേമാതിരി മോചനദ്രവ്യം അല്ലെങ്കിൽ അവരിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് മണി കൊണ്ടുവരാനോ ഒന്നും സാധ്യമല്ല. കാരണം അവരുമായിട്ട് ഒരു രീതിയിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ള നമ്മുടെ അയൽലോക നിയമം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. മറ്റേതെങ്കിലും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നല്ലാണ്ട് നേരിട്ട് ഇന്ത്യക്ക് ഇടപെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മറ്റ് ആളുകൾ മുഖാന്തരമായിട്ട് ഇപ്പോൾ സൗദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മോചനദ്രവ്യം എന്ന് പറയുന്ന അതനുസരിച്ചുള്ള 2 ഗഡു കൊടുക്കാൻ കൈമാറിയിട്ടുണ്ട്. പക്ഷെ അവരത് കിട്ടിയോ കിട്ടിയില്ലോ എന്ന് പറയുന്നില്ല. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അത് അത്ര എക്സ്ട്രാഡിഷൻ തരത്തിൽ അത് കൊണ്ടുവരാൻ, നയതന്ത്ര തലത്തിൽ അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൊക്കെ ഇടപെട്ടിരുന്നു. അത് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളിലെ ഒരു പരിധിവരെ സ്വാധീനമുള്ള ഒരു മുസ്ലിം പണ്ഡിതനാണ് അദ്ദേഹം. മറ്റാളുകൾക്കൊന്നും അന്നിങ്ങനെ നമ്മുടെ അറിവിലില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന അവിടുത്തെ ഭരണവിഭാഗത്തിൽപ്പെട്ട ഹോദിയിൽപ്പെട്ട ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ ഇവിടെ ഈ മർക്കസ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇയാളുടെ സുഹൃത്താണ്, ഈ മുഫ്തിയുടെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പോകാനാണ് ശ്രമിക്കുന്നതെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അത്തരം ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് ശ്രമിക്കാനുള്ള സാധ്യത ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഗവൺമെന്റ് തലത്തിൽ പരിമിതികൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധം കൊണ്ട് ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് അദ്ദേഹത്തിന് പരിചയം ഉണ്ടാവും. ഈ പണ്ഡിതന്മാരുമായിട്ട് ബന്ധം, ആ പണ്ഡിത ശ്രേണിയിൽപ്പെടുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം
അവിടെ ഒന്നാമത് തന്നെ ഇവര് സാധാരണ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരൊന്നും പെട്ടെന്നൊന്നും ഈ മതാന്ധതയിൽ നിന്നൊന്നും പുറത്തേക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ സ്വാധീനിക്കണമെങ്കിൽ നയതന്ത്രത്തിലൊന്നും സാധിക്കില്ല. ഇതേമാതിരിയുള്ള മതസംബന്ധിയായ കാര്യങ്ങൾ മുഖാന്തരമേ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിലനുസരിച്ചിട്ട് കാന്തപുരത്തിന് അതിനുള്ള പ്രാപ്തി ഉണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം അത് അവകാശപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ സാധിച്ചു എന്ന് വന്നേക്കാം. അപ്പം എന്തായാലും ശരി, ഇപ്പം ഈ ബ്ലഡ് മണിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ അധികം ആളുകളും സമ്മതിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഇത്ര മൃഗീയമായ രീതിയിൽ, ഹീനമായ രീതിയിൽ ചതിച്ച് കൊലപ്പെടുത്തിയ അയാളുടെ സഹോദരനെ മറ്റാളുകളാരും അവർക്ക് വേണ്ടി പറയുന്നില്ല. എന്നാലും അവരുടെ വീട്ടുകാരുടെ ശബ്ദമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ വീട്ടിൽ ചില ആളുകളൊക്കെ ഇത് ഏതെങ്കിലും രീതിയിൽ അവർ രക്ഷപ്പെട്ടോടെ പോയിക്കോട്ടെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാലും ഇദ്ദേഹത്തിൻ്റെതാണ് നമ്മൾ ശബ്ദം പുറത്ത് കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു രീതിയിലും പണം സ്വീകരിച്ചോ മറ്റു രീതിയിലോ ഇതൊരു കോംപ്രമൈസിന് തയ്യാറല്ല, എന്തായാലും വധശിക്ഷ നടപ്പാക്കണം. ഇപ്പം അദ്ദേഹം ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിപ്പം മാറ്റിവെച്ചത് പോലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ചെയ്ത് തെറ്റാണ്, അത് പാടില്ലായിരുന്നു എന്നാണ് ഈ തലാലിന്റെ ഈ സഹോദരനും മറ്റ് ചില വീട്ടുകാരും പറയുന്നത്. സാറിനോട് ചോദിക്കാൻ പറ്റും കൃത്യമായി, അതായത് പല കിംവദന്തികൾ സംസാരിക്കുന്നുണ്ട്. സാർ, എന്താണ് ശരിക്കും നിമിഷ ചെയ്ത തെറ്റ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും അതിന്റെ എതിർപ്പ് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഒരു നീചമായ, ഒരു നിഷ്ഠൂരമായ, മൃഗീയമായ, അതിനേക്കാൾ ഉപരി ഒരു ചതിച്ച് ചെയ്തൊരു കൊലപാതകമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഭർത്തൃസമേതമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്കൊരു കുട്ടിയൊന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവരെ നാട്ടിലേക്ക് മടങ്ങിയിട്ട് ആ സ്ത്രീ മടങ്ങുകയാണ് എന്ന് ഭർത്താവിനെ ധരിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം അവിടെ ഈ തലാലുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ക്ലിനിക്ക് നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു ലൈസൻസ് എടുത്ത് അദ്ദേഹത്തോടൊപ്പം സഹവസിക്കുകയും അത് ചെയ്തതിന് ശേഷം തന്ത്രപരമായ രീതിയിൽ അദ്ദേഹത്തിനെ വിവാഹം കഴിച്ചതായിട്ട് രേഖയുണ്ടാക്കി അവിടുത്തെ ഒരു വിവാഹ സർട്ടിഫിക്കറ്റൊക്കെ സ്വന്തമാക്കി. അപ്പോൾ അവിടുത്തെ സിറ്റിസൺഷിപ്പിന് തുല്യമായിട്ടുള്ള ഒരു അർഹത അവർക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലിനിക്ക് തുടങ്ങി. അതിനോടൊപ്പം ലാബ് എന്തൊക്കെ ഏർപ്പാടുകളുണ്ട് അത് തുടങ്ങി. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിനെ സ്നേഹിച്ച് ചതിച്ച് ചില ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെ ആത്താശയോട് കൂടിയിട്ട് ഇദ്ദേഹത്തിനെ കൊന്ന് കഷ്ണങ്ങളാക്കി ഈ ക്ലിനിക്കിൻ്റെ ടാങ്കിന് അടിയിൽ പിന്നെ നമ്മളെ ഗ്രൗണ്ട് വാട്ടർ ടാങ്കിനകത്ത് ഇട്ട് മൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അത് ഒരു രീതിയിലും അതിൻ്റെ സ്മെല്ലൊന്നും വരുമെന്നുള്ള സാമാന്യ ബുദ്ധി തോന്നാത്തത് കൊണ്ടാണോ എന്തോ അങ്ങനെ ചെയ്തു. പക്ഷേ ഭയങ്കരമായിട്ട് സ്മെല്ല് വന്ന അവസരത്തിൽ ഈ സ്ഥലം അവിടുത്തെ സ്ഥലവാസികളുടെ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ പോലീസ് വരുമെന്ന് കണ്ടപ്പോൾ അവരവിടെ നിന്ന് ഒളിവിൽ പോയതിനു ശേഷം പോലീസ് വന്ന് ഇതൊക്കെ പരിശോധിച്ച് നോക്കുന്നു. ഈ ശരീരഭാഗങ്ങൾ ഒരുപാട് കഷ്ണം കിട്ടിയാണ്ട് 110 കഷ്ണം ഇതുണ്ടെന്നൊക്കെയാണ് അവരുടെ കണക്കിൽ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത് നോക്കി അത് ഈ തലാലാണ് മരിച്ചത് എന്നവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവരോടൊപ്പം ജീവിച്ച അവരുടെ വീട്ടുകാരൊന്നും അതിന് അനുകൂലമായിരുന്നില്ല. ഇദ്ദേഹം ഒരു തന്നിഷ്ടപ്രകാരം കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് വളരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കേസായതിനു ശേഷം ഇവർ അബ്സ്കോണ്ടിങ്ങായിരുന്നു. പിന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് സാർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. വലിയ രീതിയിലേക്കുള്ള കേസുകളൊക്കെ സാർ ചെയ്തിട്ടുള്ളതാണ്. അബ്ദുൽ നാസർ മദനിയുടെ കേസ് വരെ സാർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു വിഷയം. ഞാൻ ചോദിക്കുന്നത്, സാർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, ഇവിടെ നിയമം ബാധകമല്ലേ? ഇപ്പോൾ അതേ കുറ്റകൃത്യം ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ തൂക്കിക്കൊല്ലാൻ മതിയായതിനേക്കാൾ കൂടുതൽ തെളിവുകളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പൊതുസമൂഹം ഇവരെ റിലീസാക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു സാറിന് മുന്നിൽ നിന്നിട്ട് ഞാൻ പറയാണ്, എനിക്ക് തൂക്കിക്കൊല്ലുന്നതിനോട് തീരെ യാതൊരു താല്പര്യക്കുറവാണ്. കാര്യം അതോടെ അവസാനിച്ചു. പക്ഷെ ഒരു വ്യക്തിയെ, ഭർത്താവായിരിക്കെ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ 110 കൊലപാതകം ചെയ്യുക എന്ന് പറയുന്നത് സാഹചര്യവശാൽ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ തള്ളിയിടുമ്പോൾ മരിക്കാറുണ്ട്. പക്ഷെ ആ മൃതശരീരം 110 പീസാക്കി അത് വേറെ ലെവലിൽ ടാങ്കിൽ സൂക്ഷിച്ച് അത്രയേറെ നീചമായ കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ നീചമായ കൃത്യം ചെയ്ത ആളുകൾക്ക് വേണ്ടി ഇത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് പറയുന്നതാണ്. അന്യ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഒരാൾ വന്ന് നമ്മളുടെ കേരളത്തിൽ വന്ന് ഇത്തരം ഒരു കൃത്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം അവർ 100%
തെറ്റ് ചെയ്തു എന്നുള്ളത് ബോധ്യപ്പെട്ടു, അതിന് ശിക്ഷ അറിയിക്കേണ്ടതല്ലേ? അവര് ആ ഒരു പരിധിവരെ അവരുടെ ഭാഗം അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്, കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ അതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയെ വധിച്ചിട്ട് അതിന് പോലും മാപ്പ് കൊടുക്കണമെന്ന് അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് ഒരു കുറ്റവാളിയെ ഉള്ള നമ്മുടെ വീക്ഷണത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലണ മഹാഭൂരിപക്ഷം ആളുകൾ പറയുള്ളൂ. എന്നാലും ന്യൂനപക്ഷം അത് പാടില്ല എന്ന് പറയും. തൂക്കിക്കൊലയെ പാടില്ല എന്ന് പറയുന്ന ഒരു നല്ലൊരു വിഭാഗം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതോരോ വ്യക്തിപരമായ ഓരോരുത്തരുടെ വികാരവും അഭിപ്രായങ്ങളൊക്കെയാണ്. ചിലർ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയും. അതൊക്കെ ഞാൻ പറയുന്നത്, കേരളത്തിലാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തതെങ്കിൽ 100% തൂക്കിക്കൊല്ലാനുള്ള എല്ലാവിധ സാധ്യതകളും തീർച്ചയായിട്ടും തെളിവ് എന്തായാലും ഉണ്ടാവും. അതായത് ഇത് നീചമായ പ്രവൃത്തിയാണ് ഈ ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണ രീതിയിലേക്ക് ഒരു തള്ളിയിട്ടോ അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ച വിഷയമല്ല. ഈ ഒരു മനുഷ്യനെ കഷ്ടങ്ങളാക്കി അന്ത്യക്രിയക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കുഴിച്ചു മൂടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ടു വെള്ളത്തിനടിയിലിട്ടു എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് ക്രൂരമായ കൃത്യം തന്നെയാണ്. അതെ, അല്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ ആണെങ്കിലും എല്ലാവരും പറയാൻ തൂക്കിക്കൊല്ലണമെന്നേ പറയുള്ളൂ. പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിമിഷയെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു വികാരം ഉണ്ടാവാൻ കാരണം? ഇതിനകത്ത് നേരത്തെ ഒരു അബ്ദുൾ റഹീം, അപ്പൊ അദ്ദേഹത്തിനെ വന്നോടെ ഇതൊരു പ്രത്യേക ഒരു ട്രെൻഡായി മാറി, ട്രെൻഡിലേക്ക് പോയി. കാരണം ഇതൊരു ഹിന്ദു പേരുള്ള കുട്ടിയാണ്, ക്രിസ്ത്യാനിയാണ് അവരുടെ ഹസ്ബൻഡ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ആരും സഹായിക്കുന്നില്ല, ഇതിനെ ആരും പണം കൊടുക്കുന്നില്ല. എന്നാലും പണമൊക്കെ കുറെ പേര് സമാഹരിച്ചിരുന്നു. ഓൺലൈൻ ചാനല് ഒക്കെ അതിനു വേണ്ടി താല്പര്യമെടുത്ത് ആവശ്യത്തിനുള്ള പണമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതായത് $40,000 ആ 40,000 കൂടുതൽ $56,000 മറ്റോ കിട്ടിയിരിക്കുന്നു. അപ്പം ഇത് 40,000 കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അതവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവരെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആരുടെ അടുത്താണെന്നുള്ള ഇപ്പോൾ ആർക്കും അറിയാൻ വയ്യ, അതാണ് സംഭവം. അപ്പം ഗവൺമെന്റും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. കാരണം സൗദി ഗവൺമെന്റ് മുഖാന്തരമാണ് ഇത് കൊടുത്തിരിക്കുന്നത്, പണം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ കൂടെ ഇടപെടലിൽ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെ പണം വാങ്ങാൻ തയ്യാറല്ല, അവർക്ക് ബ്ലഡ് മണി അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന് ജീവൻ എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവരെ ഏതെങ്കിലും രീതി സാന്ത്വനിച്ച് കൊണ്ടുവന്ന് അവരെ ഒരു സമാധാന രീതിയിൽ ഇതേമാതിരി ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഡിപ്ലോമസിക്ക് സാധ്യമല്ലാത്തൊരു കാര്യം തീർച്ചയായിട്ടും അവിടുത്തെ ഗവൺമെന്റിനും അവിടുത്തെ ഇതേമാതിരിയുള്ള മതപണ്ഡിതരുടെ ഇടപെടലിൽ കൂടെ ചിലപ്പോൾ സാധിച്ചു എന്ന് വന്നേക്കാം. സാർ, എന്ത് ചെയ്താലും തെറ്റ് ചെയ്ത് തെറ്റല്ലാതായി ആവൂ? അല്ല, അത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും 2 പക്ഷമാണല്ലോ ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള സാധനം. അതേമാതിരി ലോകത്തിന്റെ മുഴുവൻ മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നതിന് ന്യായീകരണം ഒന്നും ഇല്ലെങ്കിൽ പോലും ആരാണ് കൊന്നത് എന്നുള്ളതിന് അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റവൻ ചത്തുപോയല്ലോ, അതിന് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത ഒരു ചുരുങ്ങിയ ശതമാനത്തിലുണ്ട്. അതിന് അവർ ഏതറ്റം വരെ പോകും. അതിന്റെ ഭാഗമായിട്ട് ഞാനിതിനെ കാണാൻ കാഴ്ചപ്പാടിൽ 100% പറയുകയാണെങ്കിൽ 99 100% പറയാൻ നിമിഷക്ക് എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് ഒന്ന് പറയാമോ? അതിപ്പോ അവിടെ മതപരമായി ഏതെങ്കിലും പണ്ഡിതർക്ക് അവരുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാധീനിക്കാൻ സാധിച്ച് അവരുമായിട്ട് ഇതിനൊരു കോംപ്രമൈസായി ബ്ലഡ് മണി വാങ്ങിയോ വാങ്ങാതെയോ അവര് മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലാതെ മറ്റൊരു രീതിയിൽ അത് രക്ഷപ്പെടാൻ, ഡിപ്ലോമാറ്റിക് തലത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ മതപരമായി എന്ന് പറയുമ്പോൾ സാറിനോട് ചോദിക്കുകയാണ്, മതപരമായി എന്ന് പറയുമ്പോൾ മതപരമായിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ കേൾക്കുമെന്നാണോ? അല്ല, അവിടെ 2 ഭരണം നടക്കുന്നുണ്ട് അവിടെ. ഒന്ന്, അവിടെ വ്യവസ്ഥാപിത രീതിയിൽ നടക്കുന്ന ഒരു വിഭാഗം. ഇതൊരു അധിനിവേശ പ്രദേശം, യഹൂദികളുടെ കംപ്ലീറ്റ് അതിന്റെ ആ പ്രദേശത്താണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ് അവിടെയുള്ള എല്ലാവരും പോകൺപ്പെട്ടത്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിൽ പുറത്തേക്ക് ഇത് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ഇവരും തമ്മിൽ ശത്രുതയാണ്. അപ്പോൾ അവർക്ക് ഇടപെടാൻ പറ്റില്ല. മറ്റു രാജ്യങ്ങൾക്ക് നയപരമായിട്ട് ഇവരോട് ബന്ധപ്പെടാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീവ്രവാദത്തിനെ സഹായിച്ചു എന്നുള്ളൊരു ആ രാജ്യത്തിലെ മറ്റുള്ള രാജ്യങ്ങൾ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തും. അപ്പോൾ അങ്ങനെ അത് അതിനകത്ത് ഇടപെടാന്, നയതന്ത്രപരമായിട്ട് ഇടപെടാന് എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും ഉണ്ട്. കാരണം ഗൾഫ് രാജ്യങ്ങൾക്കെതിരാണ് ഇവർ വീടും. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഈ ഊതി സംവിധാനത്തിനെതിരാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രമാത്രം ഫലപ്രദമാകാൻ സാധിക്കുമെന്ന് സംശയമാണ്. എന്തായാലും ഈ മതപണ്ഡിതന്മാരുടെ സ്വാധീനത്തിന് വശംവദരായി മാറ്റപ്പെടുന്നതല്ലാതെ നയതന്ത്ര രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം അതിൽ കൂടെ കാണുമെന്ന് പറയാൻ പറ്റില്ല, കണ്ടേക്കാം എന്നേ പറയാൻ പറ്റും. എന്നിരുന്നാലും ഈ വധശിക്ഷ നടപ്പിലാക്കിയ ഒരാൾക്ക്
എത്രത്തോളം അവിടെ നീതി കിട്ടാൻ സാധ്യതയുണ്ട്? അല്ല, അവിടെ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മാതിരി ശിക്ഷിക്കുന്നവരെ നിരപരാധി എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാല് മതനിയമം അനുസരിച്ചാണ് ഇവരെ ട്രയൽ നടത്തിയിരിക്കുന്നത്. അവരുടെ വക്കീല് പോലും ഒന്നും അറിയാൻ വയ്യാത്ത ആളും നിരുത്തരവാദപരമായി പെരുമാറിയ ആളാണെന്നൊക്കെയാണ് ഇപ്പൊ അവർ പറയുന്നത്, അവരുടെ ബന്ധുക്കൾ പറയുന്നത്, നമുക്കറിയില്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നീ ഇവിടുത്തെ വിചാരണയിൽ നീതി ലഭിച്ചിട്ടില്ല, അവരുടെ ഭാഗം കേട്ടിട്ടില്ല, കേട്ടതിന് ശരിയായ രീതിയിൽ വിശകലനം നടത്തിയിട്ടില്ല. നടത്തിക്കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിട്ട് ഇവരെ വെറുതെ വിടും എന്നാണ് ഇവർ പറയുന്നത്. അതിപ്പോ എത്രമാത്രം ഫലപ്രദമാണ്, അവിടുത്തെ നിയമം അതാണ്. ആ നിയമത്തിന്റെ പരിധി നിന്നിട്ടല്ലേ കേസിൽ നടപടി എടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല, അവര് ചെയ്ത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ദൂരെ നിന്നിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. ഇന്ത്യൻ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് പറയാം, അതിങ്ങനെ കിട്ടിയിട്ടില്ല, കാരണം അവർ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല, ഒരു നാച്ചുറൽ ജസ്റ്റിസ് കിട്ടിയില്ല എന്നൊക്കെ പറയാം. അതൊന്നും അവിടെ വിലപ്പോവില്ല, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ചെയ്ത കുറ്റത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ സാഹചര്യം കണക്കാക്കുമ്പോൾ അവർ യാതൊരു രീതിയിലും ഇതേമാതിരി ഒരു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അർഹതയില്ല എന്ന് ചിന്തിക്കുന്നതും അഭിപ്രായം പറയുന്ന ആളുകൾ നിരവധിയുണ്ട്. ഇന്ത്യയിലും ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഏതായാലും ഇതൊക്കെ സംഭവിച്ചു. കാരണം ഇവരുടെ മാത്രം തെറ്റല്ല, അയാളും ഇതേമാതിരി ചെന്ന് ഇവർക്ക് അനുകൂലമായി നിന്നുകൊടുത്തോണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അപ്പം തെറ്റുകയുടെ രണ്ടാളുടെ ഭാഗത്തും വീഴ്ചയുള്ളതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ വിടുതൽ കൊടുക്കാം. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ സാർ, അതായത് രണ്ടുപേർക്കും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ സാഹചര്യത്തിൽ ഒരു അറിയാതെയുള്ള ഒരു അപകടം സംഭവിക്കാം. പക്ഷെ ഇത് അതല്ലല്ലോ, അറിഞ്ഞാണല്ലോ ചെയ്യുന്നത്. അത് എത്രത്തോളം അതിന്റെ കുറ്റം, ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ സാർ പറയുന്നത് ഇവിടെ പോലും ഇത്തരം രീതി ചെയ്തു കഴിഞ്ഞാൽ കൊലപാതക അല്ലെ വധശിക്ഷയ്ക്ക് വിധിക്കാവുന്ന എല്ലാവിധ സാധ്യതകളുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഇതിലേക്ക് ആ ഒരു മതരാജ്യമായ സ്ഥിതിക്ക് എത്രത്തോളം അതിനെ സീരിയസോടെ കാണുന്നുണ്ടാവും? അത് ഭയങ്കര സീരിയസ് ആണല്ലോ അവിടെ. പ്രത്യേകിച്ച് ആ രാജ്യത്തുള്ള ഒരു അവരുടെ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു വ്യക്തിയെ ഇതേമാതിരി സ്നേഹിച്ച് ചതിച്ച് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി പണാപഹരണത്തിന് വേണ്ടി മാത്രം വധിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലേ, വലിയ കാര്യമല്ലേ. പിന്നെ മതനിയമങ്ങൾക്ക് അതീതമായിട്ട് ഉള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അത് കൊലപാതകം ഒരിക്കലും ഒരു മതം ന്യായീകരിക്കില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു തദ്ദേശീയനായ അവിടുത്തെ ഒരു പൗരനെ ഇതേമാതിരി ചെയ്തു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് നീതി വേണ്ടേ? അതെ, ആ കുടുംബം സമ്മതിക്കാതെ ഇതൊന്നും നടക്കില്ല. 100%. സാറിന് എന്താണ് ശരിക്കും ഇപ്പോ പൊതുവെ നിമിഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ നിമിഷയ്ക്ക് വേണ്ടി എഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ആളോട് എന്താണ് പറയാനുള്ളത് ഒറ്റവാക്കിൽ? സാർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, നിയമം എന്താണ്, ആ നിയമം എന്തായിരിക്കണം എന്നുള്ളതാണ്. അതിൽ കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വിടരുതെന്ന് പറയുന്നുണ്ട്. വിടരുതെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തി താല്പര്യങ്ങളുണ്ടാവും, മറ്റേതെങ്കിലും രീതി താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു നിയമത്തിന്റെ ദൃഷ്ടിയിൽ ന്യായവും മര്യാദയും സാമൂഹ്യ നീതിയും നോക്കുന്ന ഒരു വ്യക്തി എന്തായാലും ശരി അവരെ വിടരുത് എന്ന് പറയുന്നത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ശരിയെന്ന് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ശരിയെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിനെ വികാരപരമായിട്ടും അല്ലെങ്കിൽ ന്യായമായ രീതിയിലൊരു വിചാരണയോ അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സംരക്ഷണം നൽകാത്ത രീതിയിൽ ഒരു തീരുമാനമാണ് അവിടുത്തെ മതകോടതി എടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്നാലും നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഇവിടെ നിന്ന് എല്ലാവരും പറയാം നോക്കി കൊല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു രീതിയിൽ ഇനി അത് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഭർത്താവിനെയും കൊച്ചിനെയും പോലും ചതിച്ചിട്ടാണ് ഇവർ ചെയ്തത്. ഇവരൊന്നും ഈ ഭർത്താവും കൊച്ചുങ്ങളും ഒന്നും അറിയുന്നില്ല പോലും. അവരിങ്ങനെ അവിധ ബന്ധത്തിൽ അവിടെ നിന്ന് കല്യാണം കഴിച്ചൊന്നും മറ്റു രീതിയൊന്നും അറിയില്ല. അവിടെ ഒരു ബിസിനസ് ഇങ്ങനെ നടത്തുന്നുണ്ടതിനപ്പുറത്തേക്ക് അവർക്ക് അറിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് വൻ ചതിയല്ലേ. ചതിയിലൂടെ ഒരാളെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് പ്രേമിച്ച് വിവാഹം കഴിച്ച് അത് യഥാർത്ഥ ഭാര്യയായിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് വാങ്ങിച്ചിട്ട് അതെന്തിനാ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഈ പണം അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ഇവരുടെ പേരിലേക്ക് കിട്ടണമെന്ന് പറയാം. അപ്പൊ ആലോചിച്ച് നോക്കണം, അതൊരു കൊല ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മർഡർ ഫോർ ഗെയിൻ ആണ്. അവർക്ക് കുറെ കാര്യങ്ങൾ കിട്ടണം, മുതൽ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. കാരണം ആ സ്ത്രീ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർക്കാണ് അത് മുഴുവൻ കിട്ടാൻ അവിടുത്തെ വ്യവസ്ഥിതി. അപ്പോൾ അവർ കിട്ടും. പിടിക്കപ്പെട്ടല്ലെങ്കിൽ ഇത് മുഴുവൻ അവർക്ക് കിട്ടും. ഈ ടാങ്കിലിട്ടത് ഏതെങ്കിലും രീതി പുറത്തു വരാതെ പോയി ഈ മനുഷ്യൻ എവിടെ പോയി എന്നുള്ള ആർക്കും അറിയാതെ വരുമ്പോൾ കുറെ കഴിയുന്ന ഇവർക്ക് കിട്ടുമായിരിക്കാം. തീർച്ചയായും അത് അങ്ങനെ ഒരു പ്ലാൻ വരച്ചിരിക്കാം. അതാണല്ലോ അതിന്റെ പിന്നിലെ രഹസ്യം. അല്ലാണ്ട് മറ്റു രീതിയിൽ ഏതെങ്കിലും രീതി അപകടപ്പെട്ട് മരിച്ചു പോയാൽ അവർക്കത്
പുറത്ത് പറഞ്ഞാൽ ഇതിൽ പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്നൊന്നും ഈ കഷണം മുറിച്ച് അതിൻ്റെ അടിയിലിടാനൊന്നും അവർക്ക് തോന്നില്ലല്ലോ. അത് നേരത്തെ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പെട്ടെന്ന് ആകസ്മികമായിട്ടൊന്നും അങ്ങനെ തീരുമാനം എടുക്കില്ല. തീർച്ചയായും അത്തരം ഒരു സംഭവം ശരിക്കും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പണം ലാഭത്തിന് വേണ്ടി ചതിച്ച ഒരാളെ ചതിച്ച് കഷ്ടങ്ങളാക്കി ആ ഒരു കേസ് ഒന്നും അറിയാതെ വരണം എന്ന് വിചാരിച്ച് അത്തരം ലെവലിൽ ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന ആളുകൾ ജനങ്ങളൊന്ന് ആലോചിക്കണം. കാര്യം അത്തരം സംഭവങ്ങളൊക്കെ ശരിക്കും ആർക്കും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, നമ്മളിൽ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സാറിന്റെ കാര്യങ്ങളാണ് പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.